ഹായ് എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ രാജി മാത്യു. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഹെൽത്തി സ്മൂത്തിയാണ്. എല്ലാ ഗുണങ്ങളുമുള്ള ഒരു സ്മൂത്തിയാണ് ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവരും കാണണം, അത് പലർക്കും പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ചും വെയിറ്റ് ഒക്കെ കുറയ്ക്കേണ്ടിയവർക്ക് ഒത്തിരി നല്ലതാണ്. ഒരു ഗ്ലാസ് സ്മൂത്തി എന്ന് പറഞ്ഞ ഒരു മീലിന് ഈക്വലാണ്. അന്നേരം വീഡിയോ എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും മടിക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് യോഗട്ടാണ് എടുത്തിരിക്കുന്നത്. തൈര്, ഒരു ബനാന, ഒരു പഴം എടുത്തിട്ടുണ്ട്, ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്, ഒരു മാംഗോ എടുത്തിട്ടുണ്ട്. ഇത്രയാണ് സ്മൂത്തിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ. ഇനി യോഗട്ടിനെ പറ്റിയുള്ള ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. ഇത് ഹൈ ഇൻ പ്രോട്ടീൻ, കാൽഷ്യം, വിറ്റാമിൻസ്, ഫാറ്റി ആസിഡ്സ് എല്ലാം അടങ്ങിയതാണ് യോഗട്ട്. യോഗട്ടായിട്ട് കുടിക്കാമെങ്കിൽ അത് ഒത്തിരിയും നല്ലതാണ്. ഇതൊരു പ്രോബയോട്ടിക്സ് ആണ് ആക്ച്വലി. ഇത് നമ്മുടെ വിച്ച് ക്യാൻ എൻഹാൻസ് ദ ഗട്ട് മൈക്രോ ബയോട്ട. അന്നേരം യോഗട്ട് നമ്മളിപ്പം സ്മൂത്തി ആയിട്ട് കുടിച്ചില്ലെങ്കിൽ പോലും ഇത് പ്ലെയിൻ ആയിട്ട് കുടിച്ചാലും ഒത്തിരി നല്ല. നോർത്ത് ഇന്ത്യൻസ് എപ്പോഴും അവർ ഈ യോഗട്ട് ഒത്തിരി കഴിക്കുന്നവരാണ്. നമ്മൾ ഇച്ചിരി മടിക്കാറുണ്ട്. അതുകൊണ്ട് ഇത് സ്മൂത്തി ആയിട്ട് അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് കഴിച്ചാലും ഈ യോഗട്ട് ഒത്തിരി നല്ലതാണ് ശരീരത്തിന്. അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. പഴത്തിനകത്ത് അറിയാമല്ലോ റിച്ച് ഇൻ ഫൈബറാണ്. നല്ലതായിട്ട് നമുക്ക് എനർജി തരും. ഈ ബനാന എന്ന് പറയുന്നത് ഒരു പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയതാണ്. അതുപോലെ നമ്മുടെ മെയിൻറ്റെയിൻ ദ ഡൈജസ്റ്റീവ് ഹെൽത്ത്, അതുപോലെ ഈസി ടു ഡൈജസ്റ്റ്. നല്ലതായിട്ട് ഇത് ഡൈജസ്റ്റിനെ ഒക്കെ സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ബനാന എന്ന് പറയുന്നത്. മാംഗോയും അതുപോലെ തന്നെയാണ്. നല്ലതായിട്ട് കോൺസ്റ്റിപ്പേഷനെയൊക്കെ തടയുകയും അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് മാംഗോയ്ക്ക്. ദി ലെമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച് ഇൻ വൈറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ ഗുഡ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും ഈ ലെമണിനുണ്ട്. സോ ഞാൻ ഇത്രയും സാധനങ്ങളാണ് സ്മൂത്തിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ സ്മൂത്തിക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തിലേക്ക് ആഡ് ചെയ്യുന്നത് 1/4 ടീസ്പൂൺ ടെർമറിക്കാണ് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ടെർമറിക്കിന്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ. ഇത് ഇൻഫെക്ഷനെയും ഇൻഫ്ലമേഷനെയും ഒക്കെ തടയാൻ കഴിവുള്ളതാണ്. ആർത്രൈറ്റീസിനെ, അതുപോലെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഒത്തിരിയും നല്ലതാണ്. ഈ ടെർമറിക് പൗഡർ, മഞ്ഞൾ പൊടി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഈ കുട്ടികളൊക്കെ വീട്ടിൽ ജ്യൂസൊക്കെ കുടിക്കുവാണെങ്കിൽ ഒരു കളറായിട്ട് ഇത് കിട്ടുകയും ചെയ്യും. അങ്ങനെയുണ്ട് ഒരു പ്രയോജനം. അങ്ങനെ കളറൊക്കെ കാണുന്നുണ്ടെങ്കിൽ കുട്ടികൾ അതൊക്കെ കുടിക്കുകയൊക്കെ ചെയ്യും. അന്നേരം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ആഡ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണ് ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഹാഫ് ലെമണും ഇട്ട് ഇതുപോലാണ് ഒരു കവർ പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഹാഫ് ലെമണും ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. കുത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാ. ഐസ് വേണ്ടിയവർക്ക് ഐസ് വിട്ട് ഇതുപോലെ ചേഞ്ച് ചെയ്ത് നമുക്ക് കുടിക്കാൻ സാധിക്കും. ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കും. അതുപോലെ ടേസ്റ്റിയുമാണ്.